Fine crafted traditional collections. Siren 3 by Chungat Jewelry. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ. അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. കാലടിയിൽ ഇനി ഭക്തി പ്രഭാവത്തിന്റെ 8 ദിനരാത്രങ്ങൾ. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ തിരുവുത്സവം ഫെബ്രുവരി 9 മുതൽ 16 വരെ ആഘോഷിക്കും. ജഗദ്ഗുരു ശ്രീശങ്കരാചാര്യ സ്വാമികളുടെ കുലദേവതാ ക്ഷേത്രമാണ് പൂർണ്ണ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പഴമയുടെ ഗതകാല സ്മരണകളുമായി നിലകൊള്ളുന്ന ഈ പുണ്യപുരാതന ക്ഷേത്രം അദ്വൈത ഭൂമിയിലെ പ്രധാന ആധ്യാത്മിക സങ്കേതം കൂടിയാണ്. ആദിശങ്കരന്റെ മാതാവ് ആര്യാമ്പയുടെ അന്ത്യസംസ്കാരത്തിന് സഹായികളായി നിന്ന കാപ്പിള്ളി തലയാറ്റുംപിള്ളി ഇല്ലത്തുകാരാണ് ക്ഷേത്രത്തിന്റെ ഊരാൺമ അവകാശികൾ. ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രം നടന്നുവരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അങ്കുരാതി ഉത്സവമാണ് കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നതെന്ന് ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി കാപ്പിള്ളി ശ്രീകുമാർ നമ്പൂതിരി പറഞ്ഞു. ആദിശങ്കരന്റെ കുലദേവ ക്ഷേത്രമായിട്ടുള്ള കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ വരുന്ന 9-ാം തീയതി നാളെ രാത്രി 8:30 കൊടിയേറ്റോട് കൂടിയിട്ട് നമ്മളുടെ ഉത്സവാദി ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങുകളിൽ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പ്രാധാന്യം കാണുന്ന ചടങ്ങുകളിൽ തന്നെയാണ് ക്ഷേത്ര ചടങ്ങുകളിൽ. അതില് 3 തരത്തിലുള്ള ഉത്സവങ്ങളാണ് നമ്മളുടെ നാട്ടിലുള്ളത്. ഒന്ന് പടഹാദിയായിട്ടുള്ള ഉത്സവങ്ങൾ, അതില് മറ്റുള്ള അനുഷ്ഠാനമായിട്ടുള്ള ചടങ്ങുകൾ മാത്രമായിരിക്കും നടക്കേണ്ടാവുക. 2 ധ്വജാദിയായിട്ടുള്ള ഉത്സവം, അത് നമ്മളൊരു കൊടിമരം സ്ഥാപിച്ച് കൊടിമരത്തിൽ കൊടിക്കൂറ പൂജ ചെയ്ത് അത് കയറ്റുന്ന തരത്തിലുള്ള ധ്വജാദിയായിട്ടുള്ള ഒന്നുണ്ട്. കൂടാതെ ഏറ്റവും ശ്രേഷ്ഠവും വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്നതായിട്ടുള്ള അങ്കുരാതി എന്ന് പറയുന്ന മുളപൂജയോട് കൂടിയിട്ടുള്ള ഉത്സവവും നമ്മുടെ നാട്ടിലുണ്ട്. വളരെ പ്രാധാന്യമുള്ള അങ്കുരാതി ആയിട്ടുള്ള ഈ ഉത്സവം കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മാത്രമാണ് ഈ ചുറ്റുവട്ടത്ത് നടക്കുന്നത്. അതാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് കാണുന്നത്. വെള്ളിയാഴ്ച രാത്രി 8:30 ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ കിടങ്ങാശ്ശേരി രാമൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടക്കും. 2-ാം ദിവസം 9-ന് ശീവേലി എഴുന്നള്ളിപ്പിൽ പെരുവനൻ കുട്ടന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം അരങ്ങേറും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം സോപാനാർച്ചന, നൃത്താർച്ചന, രാത്രി വിളക്കിനെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും. ഫെബ്രുവരി 12-ന് രാത്രി 7 മുതൽ പ്രശസ്ത നർത്തകിയും ദൂരദർശൻ ICCR കലാകാരിയുമായ സുധാ പീതാംബരൻ അവതരിപ്പിക്കുന്ന കുറൂരമ്മയും കൃഷ്ണനും എന്ന പുതിയ നൃത്താവിഷ്കാരം അരങ്ങിലെത്തും. ഫെബ്രുവരി 16-നാണ് തൃക്കാലടിയപ്പന് ആറാട്ട്. രാവിലെ 8:45-ന് ആറാട്ട് കടവിൽ ആറാട്ട് നടക്കും. തുടർന്ന് എഴുന്നള്ളിപ്പ്, കൊടിക്കീഴിൽ പറ, തൃക്കൊടിയിറക്ക്, ഉച്ചയ്ക്ക് 12 മുതൽ ആറാട്ട് സദ്യ എന്നിവയുണ്ടാകും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വൈക്കം വിഭജിക അവതരിപ്പിക്കുന്ന മധുരാധിപൻ ബാലയും അരങ്ങേറും. ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി ശ്രീകുമാർ നമ്പൂതിരി
പ്രസിഡന്റ് VB സിദിൽ കുമാർ, സെക്രട്ടറി VN ശ്രീകുമാർ, ട്രഷറർ നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഫെബ്രുവരി 12-ാം തീയതി നമുക്കറിയാം, കാലടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നൃത്തവിദ്യാലയമാണ് ശ്രീ ശങ്കര സ്കൂൾ ഓഫ് ഡാൻസ്. എൻ്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീമതി സുധാ പീതാംബരൻ അവരുടെ നൃത്ത ജീവിതത്തിൻ്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് കുറൂരമ്മയും കൃഷ്ണനും എന്ന് പറയുന്ന വലിയൊരു നൃത്താവിഷ്കാരം തൃക്കാലടിയപ്പന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. കൊടിപ്പുറത്ത് വിളക്ക് ദിവസമായ ശനിയാഴ്ച 2-ാം ദിവസം രാവിലെ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരി മേളവും, വൈകിട്ട് 6:30 ചോറ്റാനിക്കര സുഭാഷ് നാരായണമാരാർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും, 8 മണിക്ക് പെരുവനം സതീശന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരി മേളവും ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ വലിയ വിളക്ക് ദിവസം 15-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് നാദസ്വരം, 9:30 ശ്രീ പൂഴൂർ സുധാകരമാരാർ നയിക്കുന്ന പഞ്ചാരി മേളവും, ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കാലടി പുത്തൻകാവിൽ നിന്നും പഞ്ചവാദ്യം, താലഘോഷയാത്ര, ഗജവീരൻ, നിശ്ചല ദൃശ്യങ്ങളോട് കൂടിയുള്ള താലം എഴുന്നള്ളിപ്പ് കാലടി ടൗൺ ചുറ്റി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രവും അതിന്റെ മുൻപിൽ കൂടി വന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിക്കുന്നു. കാലടി തൃക്കാലടിയപ്പന് ഏറ്റവും പ്രിയപ്പെട്ട ആറാട്ട് സദ്യ അത് ഫെബ്രുവരി 16-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഒരുക്കങ്ങളാണ് ഇത്തവണ ഉത്സവാഘോഷ സമിതി ഒരുക്കിയിട്ടുള്ളത്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.